നമസ്കാരം. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് ധീരന്മാരുടെയും ഒരുപാട് രക്തച്ചൊരിച്ചിലുകളുടെയും ചരിത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ പല ചരിത്രങ്ങളും തൽപരകക്ഷികൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മറച്ചു പിടിച്ചിട്ടുണ്ട്. ഒരുപാട് വീരയോദ്ധാക്കളുടെയും വൈദേശിക ശക്തികൾക്കെതിരെ സധൈര്യം പോരാടി ഒന്നുകിൽ വീരമരണം വരിച്ച അല്ലെങ്കിൽ മഹാവിജയങ്ങൾ വരിച്ച നിരവധി ധീരയോദ്ധാക്കൾ, അത് പുരുഷന്മാരും സ്ത്രീകളും ഭാരത ചരിത്രത്തിൽ ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആധുനിക ഭാരതത്തിൻ്റെയാണ് ഞാൻ പറയുന്നത്. ആധുനിക ഭാരതമെന്ന് ഞാൻ പറയുമ്പോൾ സ്വതന്ത്രാനന്തര ഭാരതമെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഭാരതത്തെ ആധുനികമെന്ന് പറയുമ്പോൾ 2000 വർഷം പഴക്കമുള്ള ഭാരതം പോലും ആധുനിക ഭാരതമാണ്. പ്രാകൃതമായ യൂറോപ്യന്മാരെയും അറേബ്യൻ വംശജരെയും ഒക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആ ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടവേളകളില്ലാതെ തന്നെ വീരന്മാരും വീരാങ്കണമാരും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു ചരിത്രമാണ് ഭാരതത്തിൻ്റേത്. വൈദേശിക ശക്തികൾക്കെതിരെയുള്ള പ്രതിരോധം ത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതിപ്പോൾ മഹാറാണ പ്രതാപാണെങ്കിലും റാണ സാംഗയാണെങ്കിലും യശ്വന്ത് റാവു ഹോൾക്കർ ആണെങ്കിലും പേഷ്വാ ബാജിറാവു ആണെങ്കിലും ഛത്രപതി ശിവാജി മഹാരാജാവാണെങ്കിലും സംഭാജി മഹാരാജാവാണെങ്കിലും അത്തരത്തിലുള്ള വീരയോദ്ധാക്കളുടെ ചരിത്രങ്ങൾ നിരവധിയാണ്. പൃഥ്വിരാജ് ചൗഹാൻ തുടങ്ങിയ നിരവധി യോദ്ധാക്കൾ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത വലിയൊരു യുദ്ധവിജയമുണ്ട്. 1741 കുളച്ചിലിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ അന്നത്തെ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ മഹായുദ്ധത്തിൻ്റെ കഥ, മഹാവിജയത്തിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സൈനികരുടെ പോരാട്ട വീര്യത്തിൻ്റെയും മാർത്താണ്ഡവർമ്മയുടെ ദൃഢനിശ്ചയത്തിൻ്റെയും ഒക്കെ കഥയാണ്, ചരിത്രമാണ് കുളച്ചിൽ യുദ്ധം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരു വൈദേശിക ശക്തിയെ ഒരു പക്ഷേ ആധുനിക ഭാരതത്തിലൊരു നാട്ടുരാജാവ് എന്ന ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചിരുന്ന ഒരു രാജാവ് പരാജയപ്പെടുത്തിയ ആദ്യത്തെ യുദ്ധമായിരിക്കാം കുളച്ചിൽ യുദ്ധം. ആദ്യത്തെ യുദ്ധമായിരിക്കാമെന്നല്ല, ആദ്യത്തെ യുദ്ധം തന്നെയാണ്. പക്ഷേ ആ യുദ്ധത്തിന്, ആ മഹാവിജയത്തിന്, തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ആ മഹാവിജയത്തിന് അർഹിക്കുന്നൊരു പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം, മഹത്വം നമ്മുടെ ചരിത്ര പഠന പുസ്തകങ്ങളിലില്ല. പക്ഷേ തത്വമയി ന്യൂസ് ആ ചരിത്രത്തെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പുനർജനിപ്പിക്കുകയാണ് ഒരു ആനിമേറ്റഡ് നറേഷൻ മോഡലിലുള്ള ഡോക്യുമെൻ്ററിയിലൂടെ. യുവ സംവിധായകനായ യദു വിജയകൃഷ്ണനാണ് ഈ ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ. തത്വമയുടെ ബാനറിൽ ശ്രീ മനു ഹരിയാണ് ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നത്. വളരെയധികം ഗവേഷണങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു ചരിത്ര സ്ഥലങ്ങളുടെ ചിത്രീകരണത്തിലുമൊക്കെ ഏറെ സമയവും അർത്ഥവും പ്രേക്ഷകരുടെ മുൻപിലേക്ക് കണ്ടവരൊക്കെ ഇതുവരെ അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും ആഖ്യാന ശൈലിയാണെങ്കിലും നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് എന്ന അഭിപ്രായങ്ങൾ പറഞ്ഞൊരു ഡോക്യുമെൻ്ററിയാണ് ദ ബാറ്റിൽ ഓഫ് കുളച്ചിൽ. ആംഗലേയ ഭാഷയിലാണ്, ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ ഡോക്യുമെൻ്ററി പ്രേക്ഷകരുടെ മുൻപിലെത്തുന്നത്. ഓഗസ്റ്റ് 15 ഭാരതം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ ഡോക്യുമെൻ്ററി ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്യുമെൻ്ററി തീർച്ചയായും പ്രേക്ഷകരെല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. പരമാവധി ആളുകളുമായി ഇന്നത്തെ ഈ ഒരു വാർത്തയും, ഈ ഡോക്യുമെൻ്ററിയെക്കുറിച്ചുള്ള വാർത്തയും, ഡോക്യുമെൻ്ററി 15 നിങ്ങളുടെ മുൻപിലെത്തുമ്പോൾ ആ ഡോക്യുമെൻ്ററിയുടെ വീഡിയോയും ഷെയർ ചെയ്യുക. അപ്പോൾ ഡോക്യുമെൻ്ററി കണ്ടിട്ട് തീർച്ചയായും അഭിപ്രായങ്ങൾ പറയുക. ആ ഡോക്യുമെൻ്ററിയുടെ ഒരു ചെറിയ പ്രൊമോയിലേക്ക് നമുക്കൊന്ന് പോകാം. Let's revisit one such battle where a small kingdom in the southernmost tip of India defeated a mighty European empire. അപ്പോൾ ഈ ഡോക്യുമെൻ്ററിയിൽ പ്രധാന ആഖ്യാനമായി വരുന്നത്, ഇതിൻ്റെ ഒരു കഥാപരിസരമോ അല്ലെങ്കിൽ ചരിത്ര പരിസരമോ ആയിട്ട് വരുന്നത് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ഒരു വീര്യവും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഒരു
ദൃഢനിശ്ചയവും അദ്ദേഹത്തിൻ്റെ സ്ഥൈര്യവും ധീരതയും അതിലൊക്കെ ഉപരി ശ്രീപത്മനാഭനോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ഭക്തിയുമാണ്. അത് ഈ നമ്മുടെ ചരിത്രത്തിലുടനീളം കാണാം. ഈ ഡോക്യുമെൻ്ററിയിലും അത് കൃത്യമായി തന്നെ ചിത്രീകരിക്കുവാനും അത് പ്രേക്ഷകരുടെ മുൻപിലേക്ക് ആ ഒരു വികാരങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടുകൂടി എത്തിക്കുവാനും യദു വിജയകൃഷ്ണൻ ശ്രമിച്ചിട്ടുണ്ട്. യദു വിജയകൃഷ്ണനും ഈ ഡോക്യുമെൻ്ററിക്ക് അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരും അതിനു വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം ഗഹനമായ ഗവേഷണമാണ് ചരിത്രത്തിലേക്ക് നടത്തിയിരിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച്. കുളച്ചിൽ യുദ്ധം എന്നുള്ളത് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വൈദേശിക ശക്തിയെ, ഒരു നാട്ടുരാജ്യം പരാജയപ്പെടുത്തിയത്. നാട്ടുരാജ്യം എന്നുള്ള പ്രയോഗം ഞാൻ വൈദേശികരുടെ പ്രയോഗത്തിൽ നിന്ന് കടമെടുക്കുകയാണ്. കാരണം ഭാരതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലരും ഇപ്പോഴത്തെ കാലത്ത് അഭിപ്രായം പറയാറുണ്ട്, 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഭാരതം എന്നുള്ളൊരു ആശയം തന്നെ ഉണ്ടായത്, ഒരു യൂണിയൻ ഓഫ് ഫെഡറൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പോലെ. അല്ല, ഭാരതം എന്നുള്ള സങ്കല്പം പൂന്താനം കവിതകളിൽ വരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഭാരതഖണ്ഡത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ, അടുത്തടുത്തുള്ള രാജ്യങ്ങൾ, ഒരുപക്ഷെ തിരുവിതാംകൂറും കായംകുളവും തമ്മിൽ ശത്രുതയിലായിരിക്കും. പക്ഷേ ഇവിടുത്തെ രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ, ഒരു പാസ്പോർട്ടോ അല്ലെങ്കിൽ വെരിഫിക്കേഷനോ ഇമിഗ്രേഷനോ ഒന്നുമില്ലാതെ ഈ രാജ്യങ്ങളിൽ അങ്ങോളം ഇങ്ങോളം സന്ദർശിച്ചിരുന്നു. കാശി വരെ പോയിരുന്നു. നമ്മുടെ ഇന്നത്തെ അനന്തപുരിയിൽ നിന്നുള്ള ജനങ്ങൾ കാശിയിലെത്തിയിരുന്നു. ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയോ അവരെ തടഞ്ഞിരുന്നില്ല. അതാണ് ഭാരതമെന്നുള്ള രാഷ്ട്രസങ്കല്പം, രാജ്യസങ്കല്പമല്ല. ആ രാജ്യസങ്കല്പത്തിനുള്ളിലെ ഒരു രാജാവ് ഒരു വൈദേശിക ശക്തിയെ, ഒരു ആക്രമണകാരിയായ വൈദേശിക ശക്തിയെ, അതും തോക്കുകളും മറ്റ് ഒരു സുപ്പീരിയർ വെപ്പൺ പവറുള്ള എന്ന് പറയുമല്ലോ ഒരു ശത്രുവിനെ പരാജയപ്പെടുത്തിയത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സുവർണ്ണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു ചരിത്രമാണ്. ഈ ഡോക്യുമെൻ്ററിയിലൂടെ തത്വമയുടെ ഒരു എളിയ ശ്രമവും ആ സുവർണ്ണ ലിപികളിൽ എഴുതുന്ന ചരിത്രത്തിൽ ഞങ്ങളുടേതായിട്ടുള്ളൊരു ചെറിയ സംഭാവന നൽകുക എന്നുള്ളതാണ്. One side was his bravery, his commitment, his courage. On the other side, equally or more important, was his absolute and total commitment to his titular deity, Sri Padmanabha Swami. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 15 തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദ ബാറ്റിൽ ഓഫ് കുളച്ചിൽ എന്ന ഡോക്യുമെൻ്ററി പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുകയാണ്. തത്വമയിയുടെ ബാനറിൽ ശ്രീ മനോഹരി നിർമ്മിച്ച യുവ സംവിധായകൻ യദു വിജയകൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ ഡോക്യുമെൻ്ററി പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും ഈ ഡോക്യുമെൻ്ററി കാണുക. ഈ ഒരു എളിയ സംരംഭത്തെ പരമാവധി നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ പ്രോത്സാഹിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായി വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ പ്രൊമോ ഉൾപ്പെടെയുള്ള ഇതൊരു ന്യൂസ് പ്രൊമോ ആയിട്ട് കാണുക. ഈ വീഡിയോ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഒപ്പം ഓഗസ്റ്റ് 15 നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്ന ആ ഡോക്യുമെൻ്ററി പൂർണ്ണമായും കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുകയും ഒപ്പം ആ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാരണം കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്താൽ ആ ഡോക്യുമെൻ്ററി ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുവാനും സാധ്യമാകും. ബെല്ലൈക്കണും അമർത്തുവാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും ബാറ്റിൽ ഓഫ് കുളച്ചിൽ കാണുക. തിരുവിതാംകൂറിൻ്റെ മറക്കപ്പെട്ട ചരിത്രം, മഹാവിജയത്തിൻ്റെ ചരിത്രം കണ്ടറിയുക. അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. തൽക്കാലത്തേക്ക് ഇത്രമാത്രം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.